ഓണം ഇങ്ങ് എത്തിക്കഴിയും. ഓണത്തിന് ട്രെൻഡി ഓർ ട്രഡീഷണൽ വസ്ത്രങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ നിങ്ങൾ? ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചേലക്കരയുടെ സ്വന്തം VK സിൽക്സ്. ചേലക്കര ഗണപതി കോവിലിന് സമീപം INTUC റോഡിലാണ് VK സിൽക്സ്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ കൂടാതെ ഇമ്പോർട്ടഡ് ട്രെൻഡി വെസ്റ്റേൺ കളക്ഷൻസ്. ഈ ഓണത്തിന്റെ സ്പെഷ്യലായ മൽക്കോട്ടൻ സാരികൾ, ഓണത്തിന് സ്വർണ്ണ നിറത്തിൽ തിളങ്ങാൻ കൈത്തറി വസ്ത്രങ്ങൾ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷം പ്രൗഢമായി സംഘടിപ്പിച്ചു. കനത്ത മഴ വകവയ്ക്കാതെ നിരവധി ആളുകളാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷ പരിപാടികൾ ആവേശപൂർവ്വം നടന്നു. കനത്ത മഴ വകവയ്ക്കാതെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൂറുകണക്കിന് സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികൾക്കായി എത്തിയത്. മുഹമ്മദ് നബിയുടെ ജന്മദിനം സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിനമാണ്. നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ സഹോദര മതസ്ഥർ ഓണം ആഘോഷിക്കുകയാണ്. അതുകൊണ്ടുതന്നെ എല്ലാവരും സന്തോഷത്തിലും ആവേശത്തിലുമാണെന്ന് നബിദിന സന്ദേശത്തിൽ പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പറഞ്ഞു. ഈ സമൂഹത്തിലൂടെ, കേരളത്തിന്റെ തിരുമാറുകളിലൂടെ ഇന്നേ ദിവസം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരന്ന് സന്ദേശം നൽകിക്കൊണ്ടുള്ള റാലിയാണ്. എന്താണ് ഈ പൊതുസമൂഹത്തിൽ സമർപ്പിക്കാനുള്ള സന്ദേശം? ഈ പ്രാവശ്യം വളരെ സൗന്ദര്യമുള്ള ഒരു നബിദിനമാണ്. കാരണം നമുക്ക് മാത്രമല്ല സന്തോഷമുള്ളത്. നബിദിനം കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നമ്മളുടെ സഹോദര മതസ്ഥർ ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളക്കരയിലേക്ക് പരിശുദ്ധ ഇസ്ലാം വരുന്നത് മാലിക് ബിൻ ദീനാർ എന്ന് പറയുന്ന സ്വഹാബിമാരിലൂടെയാണ്. ആ സ്വഹാബിമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, വൈകുന്നേര സമയങ്ങളിൽ, സന്ധ്യാസമയങ്ങളിൽ അവർ പുറത്തിറങ്ങുമായിരുന്നു അത്രേ. എന്നിട്ട് ഓരോ വീടുകളിലും അവർ വരും. അറബിയും മലയാളവും അറിയുന്ന കൂടെയുള്ള ആളുകളുണ്ടാവും. എന്നിട്ട് ഓരോ വീട്ടിലും വന്ന് കതകിൽ മുട്ടി ആ വീട്ടുകാരോട് ചോദിക്കുമായിരുന്നു അത്രേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന്. സുബഹി നമസ്കാരത്തിന് ഉസ്താദ് റഷീദ് സഹദി ബാങ്ക് വിളിച്ചതോടെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തി. തുടർന്ന് മൗലൂദ് പാരായണം, നബിദിന പതാക ഉയർത്തൽ എന്നിവ നടന്നു. മഹല്ല് സെക്രട്ടറി ഹംസ പുറക്കോട്ടിൽ പതാക ഉയർത്തി. പള്ളി വൈസ് പ്രസിഡന്റ് അലി ചെറുളിയിൽ, ജോയിന്റ് സെക്രട്ടറി മുസ്തഫ, മറ്റു ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ, ഗാനങ്ങൾ, ദഫ്മുട്ട് എന്നിവ അരങ്ങേറി. മഴ കാരണം ഇത്തവണ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് നബിദിന ഘോഷയാത്ര നടത്തിയത്. പൈങ്കുളം സ്കൂൾ പരിസരം വരെ പോയ ഘോഷയാത്ര പിന്നീട് മദ്രസയിലേക്ക് തിരിച്ചെത്തി. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വീടുകളിലേക്ക് ഭക്ഷണ വിതരണവും നടന്നു. വൈകിട്ട് 6-ന് മേച്ചരിക്കുന്ന് സംഗമം ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക് CCV.